ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 2-ാമത്തെ വാക്യം. നിൻ്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിൻ്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജനനഗരങ്ങൾ ജനനിബിഡമാകുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതനാവുകയില്ല. യെശയ്യാ പ്രവാചകൻ പുതിയ ജെറുസലേമിനെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രവചനമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുത്തൻ ജെറുസലേമിനെ സഭയായും അതുപോലെ സഭാ മക്കളെല്ലാവരും ആ പുതിയ ജെറുസലേമിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടുതൽ വിശാലമായി ചിന്തിക്കുവാൻ, കൂടുതൽ വിശാലമായ മനോഭാവം, കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ നമ്മൾ കൂടുതൽ വിശാലമാക്കണം. നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ കൂടുതൽ വിപുലമാകുവാനും ആ ചിന്തകളിലും വിചാരങ്ങളിലും നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ ഇടവക മാത്രമല്ല, നമ്മുടെ സഭ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും നമ്മുടെ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും അവരും കൂടി ഉൾപ്പെടത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താഗതികളെ വിശാലമാക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാർവത്രികമായ ചിന്ത എല്ലാ മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ ഭരിക്കണം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇന്ന് നമുക്കറിയാം, കുടിയേറ്റ മേഖലകളിലൊക്കെ കുടിയേറ്റക്കാർ വന്നതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സങ്കുചിത മനോഭാവങ്ങളെല്ലാം പലയിടത്തും ഉണ്ടാകുന്നതിൻ്റെ കാരണം പരസ്പരമുള്ള വിശാലമായ മനസ്സ് സൂക്ഷിക്കാത്തതുകൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാവുന്നത്ര മേഖലകളിലൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും നമ്മൾ അവർക്ക് വേണ്ടി കൂടിയുള്ളവരാണെന്ന് തോന്നൽ അവർക്കുണ്ടാകുവാനും വിദേശത്തും സ്വദേശത്തും കഴിയുന്നവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.